ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് ദിവസമായി നോമ്പുതറയുടെ വ്ളോഗൊക്കെ കണ്ടിട്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി പറയാണ്. ഉമ്മയുടെ കൈക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി. അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഉമ്മ ഉറക്കത്തിൽ കൈ ഇടിച്ചതാണെന്നാണ് പറയണത്. ഉമ്മാക്ക് നോർമലി എന്താ ഉണ്ടായിരിക്കുന്നത്, രാവിലെ എണീറ്റപ്പോൾ കയ്യിൽ നല്ല നീരുണ്ടായിരുന്നു കേട്ടോ. ഈ മുടി ഇങ്ങനെ ഇടക്കിടക്ക് വരും ഗൈസ്. മുടിയൊക്കെ നല്ല വെട്ടാനുണ്ട്. ഞാൻ ആമ്രുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്, ആമ്രുവിൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഷോർട്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ബർത്ത്ഡേക്ക് വിചാരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ ആ ഒരു ഹെയർ കട്ട് ഭംഗിയുണ്ടാവില്ല. അപ്പം ഞാൻ അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കുകയാണ്. എനിക്കിങ്ങനെ ഹെയർ വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ ഇങ്ങനെ മുടി ചപ്പറക്കിയിട്ട് കിടക്കണത്. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി. ഉമ്മാക്ക് എന്താ ഉമ്മയുടെ കൈക്ക് പറ്റിയെന്ന് ഉമ്മാക്ക് തന്നെ അറിയില്ല. നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ പറ്റിയിരിക്കണത്. നീരുണ്ട് നല്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നീര് കുറവുണ്ട്. നീര് പോയാലാണ് നമുക്ക് പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ നോമ്പുതറയുടെ വ്ളോഗൊന്നും ഇടാത്ത കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുക്കണത്. ഇടയ്ക്ക് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ആവണത് എനിക്ക് കൈ കടയണോണ്ടാട്ടാ. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയാം. അപ്പോൾ രാവിലെ എണീറ്റ് ആമ്പ്രൂവിനൊന്ന് മേലൊക്കെ കഴുകിയപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ മേലൊക്കെ കഴുകി അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് സാപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കായിരുന്നു. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചടപ്പറയെന്ന് ചെയ്യണ കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞ് ഇപ്പം ആമ്പ്രു അവിടെ സെറ്റായിട്ടിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഇങ്ങനെയുള്ള ഓരോരോ വിശേഷങ്ങളാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഗൈസ് ഇന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന്. സാപ്പ് ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വർക്കിന് പോയതാണ്. ഇനി തിങ്കളാഴ്ചയാണ് വരുള്ളൂ. കൊല്ലത്ത്, എറണാകുളത്ത് അവിടെയൊക്കെയാണ് വർക്ക്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. ഒരു പ്രാണി ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം ഗൈസ്. ഹായ് കുറച്ച് ദിവസമായി ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട്. ഡേ ഇൻ മൈ ലൈഫാണ്. ശരി, ഇൻ മൈ ലൈഫ്. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണല്ലേ ഞാൻ നോമ്പിനെടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണത്. എന്ത് ചെയ്യാനാ, പെട്ടെന്ന് പെരുന്നാളായി. പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് ബിസി ആവുകയും ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസ് കണ്ടിട്ട് ആമ്പ്രുവിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സമയം സെയിം തന്നെയാണ് കേട്ടോ. കാരണം രാവിലത്തെ ഞങ്ങളുടെ രണ്ടാളുടെ പരിപാടി കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കളിക്കും. അതിനുശേഷം നമുക്ക് പാത്രം കഴുകാണ്ടാവും. അപ്പത്തിനും ആ ചോറും അതുപോലെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വന്ന് പാത്രം കഴുകും. ചിലപ്പോൾ ഉമ്മ കഴുകും, ചിലപ്പോൾ ഞാൻ കഴുകും. അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല കേട്ടോ. ആർക്കാണോ സമയം കിട്ടണത് അവർ പാത്രം കഴുകും. അതിനുശേഷം നമ്മൾ ആമ്പ്രുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു ടൈം നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നല്ലൊരു ക്ഷീണം കാണാം. കാരണം നമ്മൾ ഭരതനാട്യം, മോഹിനിയാട്ടം, ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കളിക്കണം ഈ ഒരു സമയത്ത്. എന്നാലാണ് ആമ്പ്രു ഫുഡ് കഴിക്കുള്ളൂ. ചില സമയത്ത് ഒക്കെയാണ് പെട്ടെന്ന് കഴിക്കും. പക്ഷെ ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ വായ തുറക്കാണ്ട് ഇങ്ങനെ ഇരിക്കും ഗൈസ്. ഞാനിങ്ങനെ പിടിച്ചിട്ടിരിക്കണം. അപ്പം നമ്മളിങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളും ടയേർഡാവൂട്ടാം. പിന്നെ ഞാൻ ചോറാണ് കൊടുക്കണത്. അതിപ്പോൾ കഴിക്കാത്തതുകൊണ്ട് കണ്ടില്ലേ, അരച്ചിട്ടാണ് കൊടുക്കണത്. അരച്ചിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് ഡോക്ടറൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഴിക്കാത്ത സമയത്ത് ഞാൻ അരച്ച് കൊടുക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതാ പിന്നെ കളിക്കണ ഒരു ടൈമാണ്. വീണ്ടും ഞാൻ ഒരു പാത്രവും ടീസ്പൂണൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോൾ ഉപ്പാടെ കൂടെ താഴത്തേക്ക് പോവാണ് കേട്ടോ. അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവാണ്. അവിടെ കുറേ പ്രാവുകളൊക്കെ ഉള്ള കാരണം അവിടെ പോയിരിക്കാൻ ഉപ്പയാൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഉപ്പ അല്ലെങ്കിൽ സാപ്പി അല്ലെങ്കിൽ ഉട്ടാ പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളോട് ടാറ്റൊക്കെ പറയാണ് കേട്ടോ, ബൈ ബൈ എന്നൊക്കെ. പോണ കാരണം ഭയങ്കര ഗമയിലാണ് ആള്. വലിയ മൈൻഡൊന്നുമില്ലേ, കണ്ടില്ലേ. എന്നോട് അങ്ങോട്ട് മാറി നിൽക്കാനൊക്കെയാണ് പറയണത്. അപ്പം രണ്ടാളും കൂടി പോവാണ് ഗൈസ്. അപ്പോൾ ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. കാരണം ചോറൊന്നും കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ശീലമൊന്നും ഇല്ല. അതൊക്കെ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉറങ്ങാത്ത കാരണം ഒരു ചെറിയ ഉറക്കം വരുന്ന പോലെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ നടന്നു പോകുമ്പോൾ ഓക്കെ കേട്ടോ. മൂപ്പരാൾ അവിടെ പോയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴല്ലേ ഉറക്കം വന്ന് പോയത് ഇതൊക്കെ വിചാരിക്കട്ടെ. പക്ഷേ ആൾക്ക് അങ്ങനെയൊന്നുമില്ല. അവിടെ പോയ പ്രാവിനൊക്കെ കണ്ട മൂപ്പരാൾ സെറ്റാണ്. അപ്പോൾ എനിക്ക് ടാറ്റ തരികയാണ് കേട്ടോ. അങ്ങനെ ദാ അവർ പോവാണ് ഗൈസ്. ഞാൻ ഇടയിലൊന്ന് വ്ളോഗ് എടുക്കണ കാര്യം മറന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ വിട്ടുപോയി.
ഇപ്പോൾ ആമ്പറും ഉപ്പയും കൂടിയിട്ട് താഴത്തേക്ക് നടക്കാൻ വേണ്ടി പോയിക്കാണ്. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. അപ്പം ഇപ്പോൾ അടുക്കളയിൽ ഉമ്മയാണ്. ഉമ്മാക്ക് ആ മറ്റേ കൈമ്മ ചുറ്റിയത് ഊരി വെക്കാൻ പറ്റൂട്ടെ. അപ്പോൾ കുറച്ച് വേദന കുറഞ്ഞുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മിക്ക പണികളും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ വരും മാഡം. അപ്പം ഇന്ന് നമ്മളെന്തമ്മ പഴംപൊരി വാങ്ങിക്കണ എണ്ണ പലഹാരം ഭയങ്കര രസമായോണ്ട് മടുത്തുല്ലേ. അപ്പൊ നമ്മള് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെന്താ കറി, പിന്നെ ചോറ് വെച്ചു, മീൻ കൂട്ടാൻ വെക്കുക. മീൻ കൂട്ടാനും ചോറാവുമ്പോ നമുക്ക് വേറൊരു പണിയില്ലല്ലോ. ഉമ്മാക്ക് കൈ കൊണ്ട് അധികം പണിയും വേണ്ട. അപ്പോൾ നമ്മള് ഇന്ന് മീൻകറിയും ചോറൊക്കെയാണ്. എങ്ങനെയുണ്ട്? ഞാൻ ചെറുകിയ അവിടെ വെച്ചോ. അപ്പൊ ഉമ്മ കറി വെക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ വേഗം പോയിട്ട് എന്റെ വീഡിയോക്ക് വോയിസ് കൊടുക്കട്ടെ. നമുക്ക് ഇന്നൊരു വീഡിയോ ഇടാണ്ട് ചെയ്യാം. അതിന് ശേഷം പഴം പൊരിക്കുന്നത് ഞാനാണ് കേട്ടോ പഴം പൊരിക്കണത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോക്ക് വോയിസ് കൊടുക്കാം. അങ്ങനെ ഞാൻ വോയിസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടാ. പിന്നെ പഴം പൊരിക്കാനുള്ള പഴം ചെത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഞാനത് പൊരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം എണ്ണ ചൂടായോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. എന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കുറച്ച് പഴമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം എണ്ണ പലഹാരം കഴിച്ചിട്ട് എൻ്റെ ഫേസൊക്കെ ആകെ പോയി ഇങ്ങനെ പിമ്പിൾസൊക്കെ വന്നു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നങ്ങോട്ട് കുറയ്ക്കാമെന്ന്. കാരണം ഒരു ലിമിറ്റ് ഇല്ലാണ്ടാണ് നമ്മൾ ഇത്ര നാളും എണ്ണ പലഹാരം കഴിച്ചത്. പ്രത്യേകിച്ച് പഴംപൊരിയും കൂടി ആകുമ്പോൾ ഞാൻ ഒരു ലിമിറ്റും വെക്കില്ല ഗൈസ്. എനിക്ക് അത്ര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കണതൊക്കെ നിങ്ങൾ കാണാറുള്ളതല്ലേ. അങ്ങനെ ആമ്പറും ഉപ്പ് വരും. അപ്പം അതിന് മുന്നേ ഞാൻ ഫുള്ള് പഴം പൊരിക്കട്ടെ കേട്ടോ. നമുക്ക് പഴം പൊരിച്ചിട്ട് കാണാം. അപ്പോൾ പഴമൊക്കെ ഏകദേശം പൊരിച്ചു കഴിഞ്ഞു. ഇതാ ഇതും കൂടി ഉള്ളു. അപ്പോൾ ആമ്പറും ഉപ്പിയും കുട്ടാപ്പും തന്നെ നമുക്കിത് കൂടെ കാണാം കേട്ടോ. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നിന്നിട്ട് ആരൊക്കെ വരുന്നെന്ന് കാണാം. അപ്പോൾ കുട്ടാപ്പ് അവരെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇതാ വരുന്നു അവർ. സ്കൂട്ടിമ്മ വരുന്ന പൊലിവിലാണ് കേട്ടോ ആമ്പറ് വരുന്നത്. ആമ്പറൂന് ഇപ്പോൾ സ്കൂട്ടിമ്മ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിടിക്കാൻ ഭയങ്കര പേടിയാണ് ഗൈസ്. ഇപ്പോൾ ഉപ്പ് ഇങ്ങനെ പിടിക്കണ പോലെ എനിക്ക് സ്കൂട്ടിമ്മ ഇരിക്കലും അവനെ കൊണ്ടുപോലും പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ അത്രയും അടുത്തേക്ക് മാത്രമാണ് നമ്മളങ്ങനെ പോവാറുള്ളൂ. അല്ലാണ്ട് ദൂരത്തേക്ക് ഒന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പിന്നെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ നമ്മളിതാ പഴംപൊരി, അതുപോലെ ഫ്രൂട്ട്സ്, നാരങ്ങ വെള്ളം എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പഴംപൊരി കണ്ട് കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. സാധാരണ നമ്മൾ ആ ഒരു ബേസ മൊത്തം നമ്മൾ ഉണ്ടാക്കൂട്ടെ. കാരണം അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. ഇതിപ്പോൾ റിംഗ് ലൈറ്റും അതിൻ്റെ പിന്നെ ക്യാമറയുടെ ഇതൊക്കെ ആയ കാരണമാണ് അധികം മുഖത്ത് നിങ്ങൾക്ക് കാണാത്തത് എൻ്റെ ഫേസിൽ. പക്ഷെ നേരിട്ടിട്ട് നല്ല ഉണ്ട് ഗൈസ്. ആ ഒരു വിഷമത്തിലാണ് ഞാൻ. എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസ് വരില്ല. പക്ഷേ ഇങ്ങനെ ഒരു പാടും ഇതൊക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും എണ്ണപ്പലഹാരം അടിച്ച് കയറ്റിക്കൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഞാൻ. അപ്പോൾ കൺട്രോൾ ചെയ്ത് കുറച്ചേശേ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്നെല്ലാം സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിതാ പഴംപൊരിയും ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. പിന്നെ നാരങ്ങ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ നോമ്പൊക്കെ തുറന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോളൊന്ന് നോക്ക് എന്തൊക്കെയാണ് ഇവിടെ കിടക്കണമെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട്. ആമ്പറും ഇതൊക്കെ ഇതാ വലിച്ച് ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഉപ്പാടെ കൂടെ പുറത്ത് നടക്കണം കേട്ടോ. മൂപ്പരാൾ ഇപ്പം നല്ല ചൂടല്ലേ, അകത്ത് അധികം നേരം ഇരിക്കാൻ പറ്റണില്ല. അപ്പം ഉപ്പാടെ കൂടെ നടക്കാൻ കേട്ടോ. അകത്ത് നമുക്ക് പാത്രങ്ങൾ കാണാം, അതുപോലെ എൻ്റെ പൗച്ച്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കാണാം കേട്ടോ. പിന്നെ ഇതാ രാത്രിയായി നമ്മൾ ചോറാണ് കേട്ടോ കഴിക്കണത്. ഞാൻ കുറച്ച് ചോറാണ് കഴിക്കണുള്ളൂ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇനി മേല് കഴുകിയിട്ട് വേണം കിടക്കാൻ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ആമ്പ്രൂനെ ഉറക്കിയപ്പോൾ തന്നെ ഞാൻ പകുതി ഉറങ്ങി. കാരണം അവ അത്രയും കളിച്ചിട്ടാണ് ഉറങ്ങുക. അപ്പോൾ ഇപ്പം തന്നെ ഞാനിങ്ങനെ ഉറങ്ങി വീഴുന്നുള്ളൊരു നിലയിലാണ് നിൽക്കണത്. അപ്പം ഇനി എന്തായാലും വേഗം മേല് കഴുകിയിട്ട് കിടക്കട്ടെ. ഇപ്പോൾ സമയം ഇതാ 11:45 അപ്പോൾ നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പതുക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.